ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകമാണ്. ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ ആത്മശുദ്ധിക്ക് വഴി തെളിയിക്കുമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിലായിട്ട് നമ്മൾ പഠിച്ചു. തുടർന്ന് ഭക്തിയെക്കുറിച്ച്, എങ്ങനെയുള്ള ഭക്തിയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ശ്ലോകത്തിലായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. സ വൈ പുംസാം പരോധർമ്മോ യതോ ഭക്തിരതോക്ഷജേ അഹൈതുക്യ പ്രതിഹതാ യയാത്മാ സംപ്രസീതതി. ഒന്നുകൂടി നോക്കാം. സ വൈ പുംസാം പരോധർമ്മോ യതോ ഭക്തിരതോക്ഷജേ അഹൈതുക്യ പ്രതിഹതാ യയാത്മാ സംപ്രസീതതി. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. സഹ വൈ പുംസാം പരധർമ്മ യത അധോക്ഷജേ അഹൈതുകീ അപ്രതിഹതാ ഭക്തി യയാ ആത്മാ സംപ്രസീതതി. ഒന്നുകൂടി അന്വയം നോക്കാം. സഹ വൈ പുംസാം പരഃ ധർമ്മഃ യതഃ അധോക്ഷജേ അഹൈതുകീ അപ്രതിഹതാ ഭക്തി യയാ ആത്മാ സംപ്രസീതതി. ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. സ വൈ പുംസാം പരഃ ധർമ്മ യതഃ ഭക്തി അധോക്ഷജേ അഹൈതുക്യ അപ്രതിഹതാ യയാ ആത്മാ സംപ്രസീദതി. ഒന്നുകൂടി നോക്കാം. സ വൈ പുംസാം പരഃ ധർമ്മ യതഃ ഭക്തി അധോക്ഷജേ അഹൈതുക്യ അപ്രതിഹതാ യയാ ആത്മാ സംപ്രസീദതി. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. സഹ വൈ അതുതന്നെയാണ്, പുംസാം മനുഷ്യർക്കുള്ള, പരധർമ്മ ഏറ്റവും ഉയർന്ന ധർമ്മം, യതഃ ഏതുകൊണ്ട്, അധോക്ഷജേ ഇന്ദ്രിയാതീതനായ ഭഗവാനിൽ, ഭക്തി ഭക്തി, അഹൈതുകീ കാരണമില്ലാത്ത, അപ്രതിഹത തടയാൻ കഴിയാത്ത, യയാ ഏതുകൊണ്ട്, ആത്മാ ആത്മാവ്, സംപ്രസീദതി പൂർണ്ണമായി പ്രസന്നമാകുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. മനുഷ്യർക്കുള്ള പരമമായ ധർമ്മം എന്നത് ഫലമോ പ്രതിഫലമോ പ്രതീക്ഷിക്കാതെ തടസ്സങ്ങളാൽ ഒരിക്കലും തകർക്കപ്പെടാത്ത അധോക്ഷജനായ ഭഗവാനിലേക്കുള്ള ശുദ്ധഭക്തിയാണ്. അത്തരം നിസ്വാർത്ഥവും നിരന്തരവുമായ ഭക്തിയാൽ മനുഷ്യൻ്റെ ആത്മാവ് പൂർണ്ണമായും സന്തുഷ്ടമാകുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. ഭഗവാനോടുള്ള ഭക്തി എങ്ങനെയാണ് വേണ്ടത്? സമർപ്പണഭാവത്തോടു കൂടി, യാതൊരുവിധ ഫലേച്ഛ കൂടാതെ, എന്തെങ്കിലും ആഗ്രഹം, ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടുമെന്നുള്ള ആഗ്രഹം അതൊന്നും ഇല്ലാതെ സ്വാർത്ഥമായിരിക്കുന്ന ഭക്തിയാൽ ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ച് ഉള്ള ഭക്തി. അങ്ങനെയുള്ള ഭക്തി ഉണ്ടെങ്കിൽ ആത്മാവ് പൂർണ്ണമായും സന്തുഷ്ടമായിത്തീരും. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ഭാഗവത പഠനം എന്ന പേരിൽ പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് കയറി ഇതിനു മുന്നത്തെ എല്ലാ വീഡിയോകളും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും, വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.